മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കുന്ന പുതിയ ആഖ്യാനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഈ 2ാം എപ്പിസോഡിലേക്ക് ശ്രോതാക്കളായ എല്ലാവർക്കും സ്നേഹാദരവുകളോടെ സ്വാഗതം. ഈ എപ്പിസോഡിൽ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യൂസ് മെത്രാൻ എന്ന ചരിത്ര വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഇദ്ദേഹം എന്തുകൊണ്ടാണ് മുടക്കപ്പെടുവാനിടയായത്, അതുപോലെ തന്നെ 1911-ലും 23-ലും 32-ലും ഇങ്ങനെ 3 പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ മുടക്ക് തീർക്കപ്പെട്ടു, റദ്ദാക്കപ്പെട്ടു, അല്ലെങ്കിൽ പിൻവലിക്കപ്പെട്ടു, അദ്ദേഹം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നതാണ് ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ആഖ്യാനം. ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതായിരിക്കും ഒരു അന്വേഷണം. 2ാമത്തെ അന്വേഷണം നമ്മൾ 1ാമത്തെ എപ്പിസോഡിൽ കണ്ടതുപോലെ മാർ അബ്ദുൽ മെഷിഹായുടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ പൊസിഷൻ എന്തായിരുന്നു. അദ്ദേഹം വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് തീർത്തു കൊടുത്തു. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിരുന്നു എങ്കിലും അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു എന്നുള്ളതാണ് വാദം. അപ്പോൾ അതിനെപ്പറ്റിയും വിശകലനം ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിഗമനത്തിൽ എത്താമെന്ന് ഉള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. 1900 ആണ്ട് തുടങ്ങുന്ന, അതായത് 20ാം നൂറ്റാണ്ട് തുടങ്ങുന്ന ആ വർഷങ്ങൾ, പ്രത്യേകിച്ചും മലങ്കരയിലെ സുറിയാനി സഭയ്ക്ക് പ്രത്യേകമായ സാഹചര്യങ്ങളോ ദുഷിച്ച സാഹചര്യങ്ങളോ ദുഃഖത്തിനും പ്രയാസത്തിനും കാരണങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും അത് ഒരു ചെറിയ തോതിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്ന ഒരു കാലമായിരുന്നു. നമ്മൾക്ക് അറിയാവുന്നതുപോലെ ഏകദേശം 10 വർഷം മുൻപ് മാത്രമാണ് മർത്തോമാ സഭയുമായുള്ള വലിയ കോടതി കേസുകൾ അവസാനിച്ച് റോയൽ കോർട്ട് ഉത്തരവിൻ പ്രകാരം അവരുമായി ഭാഗം വെച്ച് യാക്കോബായ സുറിയാനിക്കാർ പിരിഞ്ഞു പോയത്. അതുകൊണ്ട് സഭ പിന്നെയും പ്രതിസന്ധിയുടെ മധ്യത്തിൽ തന്നെ ആയിരുന്നു എന്ന് ചരിത്രത്തെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. I need to get back to okay. ഇതാണ് 3 വിഷയങ്ങൾ ഇന്ന് ഈ 2ാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വട്ടശ്ശേരിൽ ഗീവർഗീസ് ദിവന്നാസ്യൂസ് മെത്രാൻ എന്തുകൊണ്ടാണ് മുടക്കപ്പെട്ടത്, അദ്ദേഹത്തിന്റെ മുടക്ക് റദ്ദാക്കപ്പെട്ടുവോ, മാർ അബ്ദുൽ മെഷിഹായ്ക്ക് വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് റദ്ദാക്കുവാൻ അധികാരമുണ്ടായിരുന്നുവോ. കാരണം 1ാമത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഈ വാദം ഒന്ന് ചുരുക്കമായി നോക്കിക്കൊണ്ടായിരുന്നു. അതായത് നീക്കപ്പെട്ട ശേഷവും മാർ അബ്ദുൽ മെഷിഹ യഥാർത്ഥ പാത്രീർക്കീസായി തുടർന്നു. അതിൻ്റെ ആ വാചകം പോരാഞ്ഞിട്ട് വേറൊരു വാചകം കൂടെ അസന്നിഗ്ധമായി പലയിടത്തും പ്രഖ്യാപിച്ച് കേൾക്കുവാനിടയായത് റിട്ടയർ ചെയ്ത മൂത്ത പാത്രീർക്കീസ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടെയും അന്താളിപ്പ് നമുക്കുണ്ടാകുമ്പോൾ, യാക്കോബായക്കാർക്ക് ഉണ്ടാകുമ്പോൾ, അടുത്ത വാചകമാണ് ഹൂദായ കാനോൻ 7ാം അധ്യായത്തിൽ ഇതിൻ്റെ തെളിവുകളുണ്ട്. ഇതാണ് യാക്കോബായക്കാരുടെ നാഡി സ്തംഭിപ്പിക്കുന്ന പോലത്തെ ഒരു വാദമാണ് ഇത്. ഇത് പല വേദികളിലും കേട്ടതും കൊണ്ട് പ്രത്യേകിച്ചും ഇതിനെയും വളരെ ഗാഢമായി തന്നെ പഠിക്കുവാൻ നിശ്ചയിച്ച് അതിന് കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങൾ സഭ പ്രതിസന്ധിയിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ പശ്ചാത്തലം എന്തായിരുന്നു എന്ന്
പെട്ടെന്ന് ഒന്ന് അവലോകനം ചെയ്തിട്ട് മുൻപോട്ട് പോകാം. ആ കാലങ്ങളിൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്, തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് യാക്കോബായക്കാരോടുള്ള ശത്രുത തുടർന്നുകൊണ്ടേയിരുന്നു. യാക്കോബായക്കാരോട് എന്തുകൊണ്ടായിരുന്നു ശത്രുത എന്നുള്ളത് വളരെ ഗാഢമായ ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് വളരെ പുറമേ ഒന്ന് തൊട്ടു പോകാൻ മാത്രം ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 1815 CMS മിഷനറിമാരെ കോട്ടയത്ത് കൊണ്ടുവന്നത്. ഒരു 10 വർഷത്തിന് ശേഷം, 10 വർഷമേ എടുത്തുള്ളൂ, അത് അത്രയ്ക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ 1825 യാക്കോബായക്കാർ അവരുടെ വിശ്വാസ സത്യങ്ങളെയും അവർ അത്രയും നാളും 1800 വർഷത്തോളം അവർ അവലംബിച്ചിരുന്ന വിശ്വാസ സത്യങ്ങളെയും ആചാരങ്ങളെയും വെടിഞ്ഞ് പ്രൊട്ടസ്റ്റന്റ് സഭയിലെ നവീന സിദ്ധാന്തങ്ങളിലേക്ക് വരണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അത് യാക്കോബായക്കാർ പടെ തള്ളിക്കളഞ്ഞു. 1836 ഒരു ബിഷപ്പ് വിൽസൺ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാരുടെ കൽക്കട്ട ബിഷപ്പ് വന്നാണ് ഇതിനു വേണ്ടി യാക്കോബായക്കാരെ നിർബന്ധിച്ചത്. ഇത് സാധിക്കയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് മാവേലിക്കര പടിയോല എഴുതി അവർ സമർപ്പിച്ചു. ഇതോടുകൂടി CMS മിഷനറിമാർക്കും ബ്രിട്ടീഷ് അധികാരികൾക്കും പൊതുവെ യാക്കോബായക്കാർക്ക് നീരസം തുടങ്ങി. അങ്ങനെയാണ് മർത്തോമ സഭ ഉണ്ടാകുവാൻ ഉള്ള വിത്തുകൾ പാകുന്നത്. അതായത് അവരുടെ വിശ്വാസങ്ങളോട് അനുഭാവമുള്ള ചിലരെ അവർ അടർത്തിയെടുത്ത് അവരിൽ കൂടി സ്വാധീനം ചെലുത്തുവാനും അവരിൽ കൂടി യാക്കോബായ ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും സഭയിൽ ഒരു ഛിദ്രം ഉണ്ടാക്കുവാനും അവർക്ക് സാധിച്ചു. അതാണ് 1889 അല്ലെങ്കിൽ 90 വരെ തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് റോയൽ കോർട്ട് വിധി ഉണ്ടാകുന്നതും യാക്കോബായക്കാർക്ക് അനുകൂലമായി വിധി ഉണ്ടാകുന്നതും. അപ്പോൾ അത്ര കാലം അത്രയും 1825 തൊട്ട് 1900 വരെ യാക്കോബായക്കാരെ ഏകദേശം രണ്ടാം തരക്കാരായ ക്രിസ്ത്യാനികൾ എന്ന വിധത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ വാക്കുകളും ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ വാക്കുകളല്ല. കാരണം അന്നത്തെ ചരിത്രകാരന്മാർ, ബ്രിട്ടീഷുകാരായ ചരിത്രകാരന്മാർ പുറമേ യാക്കോബായക്കാരോട് അനുഭാവം പ്രകടിപ്പിക്കും, സാഹോദര്യത്തോടെ പെരുമാറും. പക്ഷെ അവർ എഴുതിയ എഴുത്തുകളും അവർ തങ്ങളുടെ മേധാവികൾക്ക് ഇംഗ്ലണ്ടിലേക്ക് സമർപ്പിച്ച റിപ്പോർട്ടുകളും വളരെ മോശകരമായ വിധത്തിലാണ് യാക്കോബായക്കാരെ ചിത്രീകരിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ സ്രോതസ്സുകൾ എൻ്റെ PhD തീസിസിനോട് കൂടിയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ മലങ്കര ജേക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഫുട് നോട്ട്സ് അല്ല എൻഡ് നോട്ട്സിനകത്ത് ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെയും സ്രോതസ്സുകൾ പേജ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും ധൈര്യമായി പറയാം, ഇങ്ങനെ തന്നെ ആയിരുന്നു അവരുടെ മനോഭാവം. ആ സ്ഥിതിക്ക് ഒരു കൂട്ടം ജനത്തെ യാക്കോബായ സഭയിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ തന്നെ അവർക്ക് സാധിച്ചു. അവരെ പിന്താങ്ങിയാണ് ബ്രിട്ടീഷുകാർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ വേറെ ഒരു അവസരം കൂടി അവർക്ക് വന്നിരിക്കുന്നു. ഇതാണ് 1900s നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഈ സ്ലൈഡിൽ നോക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ എന്ന ഇതര യൂറോപ്യന്മാരെ പോലെ അന്ത്യോക്യ പാത്രിയർക്കീസുമാരുടെ സ്വാധീനമാണ് മലങ്കരയിൽ അവരുടെ മതപരമായ പദ്ധതികൾക്ക് തടസ്സം എന്നായിരുന്നു യൂറോപ്യന്മാരുടെ നിഗമനം. കാരണം എപ്പോഴെല്ലാം സഭ ആയിരുന്നുവോ അപ്പോഴെല്ലാം യാക്കോബായക്കാർ അന്ത്യോക്യയിലേക്ക് എഴുത്തയക്കുകയോ ദൂതന്മാരെ അയക്കുകയോ സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് പട്ടം ലഭിക്കുവാൻ വേണ്ടി അയക്കുകയോ ചെയ്തുകൊണ്ടാണ് അവർ വീണ്ടും അവരുടെ നിലയിൽ സ്വയം ഉറപ്പിച്ചു നിന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ്, അന്ത്യോക്യയുമായുള്ള മലങ്കരയുടെ ബന്ധം അവസാനിപ്പിച്ചാൽ തങ്ങളുടെ പദ്ധതികൾ വിജയിക്കും എന്ന പ്രത്യാശ ഈ 3 സാമ്രാജ്യ ശക്തികൾക്കും ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും. ഈ 3 കൂട്ടരും 1498 വാസ്കോ ഡ ഗാമ വന്നപ്പോൾ മുതൽ
ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും സുറിയാനി മെത്രാന്മാരെ മലങ്കരയിൽ കാലുകുത്താൻ അനുവദിക്കരുത്. കാലുകുത്തിയാൽ ഒന്നുകിൽ പിടിച്ച് തിരികെ അവരുടെ നാട്ടിലേക്ക് അയക്കുക, ഒത്താൽ അവരെ ഇൻക്വിസിഷൻ, മതപീഡന സ്ഥലം എന്ന് പറയുന്നത് ഗോവയിൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരെ ശിക്ഷിക്കുക. മാർ റഹത്തുള്ള ബാബായെ അങ്ങനെ കൊണ്ടുപോകാനായിരുന്നു അവർ 1653 കുനുംകുരിശു സത്യത്തിന് തൊട്ട് മുൻപായി ഇതായിരുന്നു അവരുടെ പദ്ധതി. നമുക്കറിയാവുന്ന പോലെ ശത്രുത ഈ 500 വർഷവും തുടർന്നുകൊണ്ടേയിരുന്നിരുന്നു. ഏറ്റവും അവർക്ക് പ്രധാനപ്പെട്ട ഒരേ ഒരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്, അന്ത്യോക്യ പ്രാതിർക്കീസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക. അവർ എപ്പോൾ നോക്കിയാലും യാക്കോബായക്കാർ ധൈര്യം അവലംബിച്ചിരുന്ന ഒരു ധൈര്യത്തിന്റെ ഒരു നദി ഒഴുകുന്നത് അന്ത്യോക്യ എന്ന് പറയുന്ന ആ സങ്കല്പ സ്ഥലത്ത് നിന്നായിരുന്നു. അതുകൊണ്ട് അന്ത്യോക്യയെ ഒഴിവാക്കിയാൽ തങ്ങളുടെ പദ്ധതികൾ, ഡച്ചുകാർക്ക് യാക്കോബായക്കാരെ ഡച്ച് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് നീക്കണമെന്നായിരുന്നു, പോർച്ചുഗീസുകാർക്ക് അവരെ കത്തോലിക്കരാക്കണമെന്നായിരുന്നു, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു. അപ്പൊ മൂന്നാമത്തെ പോയിന്റ്, തങ്ങളുടെ പ്രൊട്ടസ്റ്റന്റ് സഭയുമായി ഐക്യപ്പെടുവാൻ യാക്കോബായക്കാർ എപ്പോഴും വൈമനസ്യം കാണിച്ചു. അതിനാൽ യാക്കോബായക്കാരോട് ഈർഷ്യതയും ശത്രുതയും ഈ 500 വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അത് 1900s തുടർന്നുകൊണ്ടേയിരുന്നു. വളരെ നിർഭാഗ്യവശാൽ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാലമായപ്പോഴേക്കും പല പ്രാകൃതമായ ചിന്തകൾക്കും ഒരു വിരാമം ഇട്ടിരുന്നു എല്ലാ യൂറോപ്യന്മാരും തന്നെ. പക്ഷേ യാക്കോബായക്കാരുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഒരു സാമ്രാജ്യ ശക്തി ആ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ചെറുതും വലുതുമായ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ 1910-കളിൽ അതേ നയം തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാലങ്ങളിലാണ് പി ടി ഗീവർഗീസ് അച്ഛൻ മദ്രാസിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുവാൻ MA ചെയ്യുവാൻ പോയത്. അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് തീസിസ് എഴുതി, അദ്ദേഹം MA പാസ്സായി. ആ MAയിലെ ഡിസർട്ടേഷന്റെ വിഷയം തന്നെ മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ നെസ്തോറിയരായിരുന്നുവോ? അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അവർ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് സാധാരണക്കാരായ പ്രൊട്ടസ്റ്റന്റുകാരും സമ്മതിച്ചു തരുന്ന ഒരു വിഷയമല്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഇത് സമ്മതിച്ചു തരാൻ വിസമ്മതിക്കുന്നവരാണ് അവര്. അപ്പോൾ 1910 മുൻപ് ഈ വിഷയം എങ്ങനെ പാസ്സാക്കിയെടുത്തു? അത് ഒരു വശത്ത് തീർച്ചയായും പി ടി ഗീവർഗീസ് അച്ഛൻ്റെ അക്കാഡമിക് കഴിവുകളാണ്. മറ്റൊരു വശത്ത് അദ്ദേഹവുമായി ഒരു ധാരണയിൽ എത്തിയിരിക്കാം. ഇത് വസ്തുതാപരമായി ഞാൻ പറയുന്നതല്ല, വെറും ഒരു ഊഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തെ അവർ പരിപോഷിപ്പിച്ചത് അന്ത്യോക്യ പാത്രിയർക്കീസുമായുള്ള ബന്ധം വേർപെടുത്തുന്നതാണ്. സുറിയാനിക്കാർക്ക് നല്ലത്, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പിന്താങ്ങുണ്ടാകും എന്നുള്ള പരോക്ഷമായ എന്തോ ആശയങ്ങൾ അദ്ദേഹത്തിൽ അവർ തീർച്ചയായും കുത്തി നിറച്ചിരുന്നു എന്ന് ഉള്ള അനുമാനത്തിന് വളരെയേറെ പുറകിൽ കാര്യങ്ങളുണ്ട്. പി ടി ഗീവർഗീസ് അച്ഛനെയും അദ്ദേഹത്തിൽ കൂടി വിഘടിതരെയും പിന്താങ്ങി അന്ത്യോക്യയ്ക്ക് എതിരായി ഉയർത്തുവാൻ 1908 തന്നെ പദ്ധതിയിട്ടിരുന്നു. അതിന് മനസ്സായവരെ ബ്രിട്ടീഷുകാർ പരിപോഷിപ്പിച്ചിരുന്നു. 1835 മുതൽ 75 വരെ നവീകരണക്കാർ എന്ന പേരിൽ മർത്തോമാ സഭക്കാരെ പിന്താങ്ങി സ്വതന്ത്ര മർത്തോമാ സഭയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അപജയങ്ങളും അവർക്ക് നേരിട്ട പ്രതിസന്ധികളും അവർ വിചാരിച്ചെടുത്തും കാര്യങ്ങൾ നിൽക്കാതെ പോയതുമെല്ലാം ബ്രിട്ടീഷുകാർക്ക് യാക്കോബായക്കാരോടുള്ള ഈർഷ്യയിൽ ചെന്ന് അവസാനിച്ചു. ഫോർ എക്സാമ്പിൾ, മർത്തോമാ സഭയുടെ അപജയങ്ങൾ അന്ത്യോക്യയുടെ പത്രോസ് പാത്രിയർക്കീസ് ബാവായോട് വിക്ടോറിയ രാജ്ഞിയുടെ ദാക്ഷിണ്യം മൂലമാണ് റോയൽ പ്രൊക്ലമേഷൻ റദ്ദാക്കുവാൻ ഇടയായതും സ്വതന്ത്ര മർത്തോമാ സഭയുടെ നേതാക്കന്മാരിൽ നിന്നും യാക്കോബായക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന
സമ്മർദ്ദങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും ഇടയായത്. രണ്ടാമത്, റോയൽ കോർട്ട് വിധി യാക്കോബായക്കാർക്ക് അനുകൂലം. ഈ രണ്ട് കാര്യങ്ങളും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് നിന്നില്ല. അതുമൂലം അവർക്കുള്ള ഈർഷ്യ തീർച്ചയായും യാക്കോബായക്കാരുടെ മേലിലേക്കായിരുന്നു. എല്ലാറ്റിനും ഉപരി വട്ടശ്ശേരിൽ മെത്രാൻ മാർ അബ്ദുള്ള പാത്രീർക്കീസിനോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു എന്ന് താമസിയാതെ ചർച്ച ചെയ്യുന്നതായിരിക്കും. സ്ഥാന അധികാര ഇച്ഛ മൂലം അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ സ്വയം ഉണ്ടായ ചിന്തകൾ മൂലമോ വഴിതെറ്റിപ്പോയി എന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി ഏറ്റവും വലിയൊരു കാരണം അവിടെ കിടക്കുന്നതാണ് വട്ടിപ്പണം എന്നതിൻ്റെ പലിശ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. PT ഗീവർഗീസ് അച്ഛൻ്റെ ഉപദേശവും അതിബുദ്ധിയും കൗശലവും കൂടെ കൂടെ വട്ടശ്ശേരിൽ മെത്രാനെ ഉത്തേജിപ്പിച്ചിരുന്ന ഒരു വസ്തുതയാണ്. അതുകൂടാതെ സമുദായ പ്രമാണിമാരുടെ വ്യക്തി താല്പര്യങ്ങളും ഇതിൻ്റെ എല്ലാം പുറകിലുണ്ടായിരുന്നു. ഇവ സൃഷ്ടിച്ച ജലപ്പെരുപ്പത്തിൽ ഒഴുകപ്പെട്ടുപോയ ഒരു വ്യക്തിത്വം എന്ന് മാത്രമേ നിഷ്പക്ഷമായി ഇദ്ദേഹത്തെ വീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്ത് ഉള്ള പേര് വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് എന്നായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം മുടക്കപ്പെട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റ്, ചെറിയ കാര്യമല്ല. ഫോർ എ ബിഷപ്പ് ടു ബി എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഇസ് എ സീരിയസ് മാറ്റർ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പിൻചരിത്രം നോക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുകയാണ്. 1908 മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മാർ ദീവന്നാസ്യോസ് പ്രായാധിക്യത്താൽ തനിക്ക് ഒരു പിൻഗാമിയെ നിയോഗിക്കുന്നതിന് വേണ്ടി വട്ടശ്ശേരിൽ ഗീവർഗീസ് റംബാൻ, തൊഴുപ്പാടൻ പൗലോസ് റംബാൻ എന്നീ 2 പേരെ മെത്രാൻ പട്ടം സ്വീകരിക്കുവാനായി സിറിയയിലേക്ക് അയച്ചു. പക്ഷേ അതിനു മുൻപ് തന്നെ വട്ടശ്ശേരിൽ മെത്രാൻ തൻ്റെ ഉപദേശകനായ PT ഗീവർഗീസ് അച്ഛൻ, തൽപരകക്ഷികളായ ചില സമുദായ നേതാക്കന്മാർ മുതലായവർ ഒത്തുകൂടി അന്ത്യോഖ്യയിൽ നിന്നും മലങ്കരയെ വേർപെടുത്തുവാൻ നിശ്ചയിച്ചുകൊണ്ട് ഒരു ഭയങ്കര പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി യെരുശലേമിൽ വെച്ച് വട്ടശ്ശേരിൽ മെത്രാൻ അബ്ദുള്ള പാത്രീർക്കീസിനോട് തന്നെ മലങ്കര മെത്രാപ്പോലിത്ത ആക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ബാവ അതിന് വിസമ്മതിച്ചു. കാരണം ഹുദായ കാനൂൻ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരം ഒരാൾ ജീവിച്ചിരിക്കെ പിൻഗാമിയെ അവരോധിക്കുവാൻ അനുവാദമില്ല. ഇതിൽ തന്റെ പദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് കണ്ട് മെത്രാന് ബാവായോട് അന്ന് മുതൽ വിദ്വേഷമായി. ഇത് മുതൽ വട്ടശ്ശേരി മെത്രാനും PT ഗീവർഗീസ് അച്ഛനും കൂട്ടരും സഭയ്ക്ക് വിനാശകരമായ പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞു. ഒന്നാമതായി, മെത്രാൻ പട്ടം ഏറ്റ ശേഷം താൻ പാത്രീർക്കീസിന് കൊടുക്കേണ്ടതായ രജിസ്റ്റേർഡ് ഉടമ്പടി നാട്ടിൽ ചെന്നിട്ട് അയച്ചു തരാമെന്ന വാഗ്ദത്തം ചെയ്തെങ്കിലും അത് അദ്ദേഹം കൊടുക്കുകയുണ്ടായില്ല. രണ്ടാമതായി, 1909 വലിയ മാർ ദീവന്നാസ്യോസ് മെത്രാപ്പോലിത്ത അന്തരിച്ചു. 40-ാം ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ തന്റെ വിഘടിത പാർട്ടിക്കാരുടെ മാത്രം പിന്തുണയോടെ വട്ടശ്ശേരിൽ മെത്രാനെ മലങ്കര മെത്രാപ്പോലിത്ത ആയി പ്രഖ്യാപിച്ചു. മൂന്നാമതായി, മണിക്കൂറുകൾക്കകം മെത്രാൻ ജനങ്ങൾ തന്നെ മലങ്കര മെത്രാപ്പോലിത്ത ആയി തിരഞ്ഞെടുത്തിരിക്കുന്നു, അങ്ങനെ നിയമിച്ചു തരണം എന്ന് പാത്രീർക്കീസ് ബാവായ്ക്ക് ടെലിഗ്രാം അയച്ചു. വിഘടിതരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ടെലിഗ്രാം വഴിയായി തന്നെ ബാവ അത് അനുവദിച്ചു കൊടുത്തു. എങ്കിലും ഒരു നിഷ്കർഷ വെച്ചിരുന്നു: ഇനിയും ക്ഷമയോടെ ഇരിക്കുക, ഞാൻ ഉടനെ മലങ്കരയിലേക്ക് വന്ന് മലങ്കര മെത്രാപ്പോലിത്തായി അവരോധിക്കുന്നത് വരെ മെത്രാപ്പോലിത്തായ്ക്ക് അടുത്ത് കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്ന്. പക്ഷേ ഈ നിരോധനത്തെ തള്ളി മത്സരബുദ്ധിയോടെ മെത്രാൻ അധികാരം മുഴുവനും തന്റെ കൈക്കലാക്കി. 3 പേരുടെ കയ്യിൽ ഇരിക്കേണ്ട പഴയ സെമിനാരിയുടെ മേൻബോട്ട് മുറിയുടെ 3 താക്കോലുകളും അദ്ദേഹം കൈക്കലാക്കി. ഇടവക വസ്തു രഹസ്യമായി വിൽക്കുകയും അതിന് കിട്ടിയ പണം തന്റെ ബന്ധുവിന് കൊടുക്കുകയും ചെയ്തു. അബ്ദുള്ള പാത്രീർക്കീസ് ബാവ താമസിയാതെ, അതായത് 1910 മലങ്കരയിൽ വന്നപ്പോൾ മലങ്കര മെത്രാപ്പോലിത്തായുടെ സ്ഥാനാരോഹണ ചടങ്ങിനായി ജനം തയ്യാറെടുക്കവേ മെത്രാനും കൂട്ടരും ചേർന്ന് അന്നത്തെ മുഖ്യ മാധ്യമങ്ങളിൽ കൂടി പാത്രീർക്കീസ് അധികാരവും പണവും മലങ്കരയിലെ വസ്തുവകകളും തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്,
ഇതാ ഇടവകകൾ തോറും കയറി ഇറങ്ങി ആധാരങ്ങൾ മാറ്റി എഴുതിക്കുന്നു എന്നു തുടങ്ങിയ ഏറ്റവും നികൃഷ്ടമായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാൻ തുടങ്ങി. നിരന്തരവും രൂക്ഷിതവുമായ ദുഷ്പ്രചരണം നല്ലവരായ സഭാ മക്കളെ പോലും സംശയത്തിൽ കുരുക്കിക്കളഞ്ഞു. മെത്രാന്റെയും കൂട്ടരുടെയും നശീകരണ ചെയ്തികൾ കണ്ട് സഭ വലിയ ആപത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കി ബഹുഭൂരിഭാഗം ജനങ്ങളും മെത്രാനെയും കൂട്ടരെയും തള്ളിക്കളഞ്ഞ് അവർക്ക് എതിരായി നിലകൊണ്ടു. ഇതോടെ ഇതുവരെ ഒറ്റക്കെട്ടായി നിന്നിരുന്ന മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ മെത്രാൻ കക്ഷിയെന്നും പാത്രിയർക്കീസ് കക്ഷിയെന്നും രണ്ട് ചേരിയായി തിരിഞ്ഞു. നോക്കുക, അതുവരെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ്കാർ എന്നായിരുന്നു ഈ സഭയെ വിളിച്ചിരുന്നത്. ഇതിന് രേഖാമൂലമായ പല തെളിവുകളുണ്ട്. അതിലേക്ക് കടക്കുവാൻ ഇപ്പോൾ സമയമില്ല. ഇനി ഒരിക്കൽ 19-ാം നൂറ്റാണ്ടിലെ മിക്കവാറും എല്ലാ എഴുത്തുകുത്തുകളിലും മലങ്കര മെത്രാപ്പൊലീത്തമാരോ അല്ലെങ്കിൽ അന്നത്തെ മാർത്തോമ 7-ാമൻ 8-ാമൻ 9-ാമൻ ഇവരുടെ എല്ലാ എഴുത്തുകളിലും സ്വയം വിശേഷിപ്പിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനിക്കാർ അല്ലെങ്കിൽ യാക്കോബായ സുറിയാനി സഭ എന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ മുഴുവനും സഭയുടെ ഔദ്യോഗികമായ സെൽഫ് റെഫറൻഷ്യൽ നെയിം, സ്വയം വിശേഷിപ്പിക്കുന്ന പദം യാക്കോബായ സുറിയാനിക്കാർ എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം 1911 ഓഗസ്റ്റിൽ വിശ്വാസികളുടെ അപേക്ഷ പ്രകാരം മെത്രാന്റെ അധികാര വിന്യാസത്തിന് തടയിട്ട് സഭയെ രക്ഷിക്കുവാൻ നിർബന്ധിതനായ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം അനധികാരിയുമായി പിടിച്ചെടുത്ത് മലങ്കരയിലെ ചട്ടങ്ങളെ മേൽകീഴായി മറിച്ച വട്ടശ്ശേരിൽ മെത്രാനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മുടക്കി എന്ന് സാരം. ഉടനെ തന്നെ സഭയുടെ സുന്നതദോസ് കൂടി ഈ മുടക്ക് അംഗീകരിക്കുകയും പൗലോസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയെ മലങ്കര മെത്രാൻ ആയി അവരോധിക്കുകയും ചെയ്തു. ഇത്രയുമാണ് മുടക്ക് വരെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്റോറിക്കൽ പോയിന്റ്സ്. പിന്നെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ വീണ്ടും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന പുതിയ ആഖ്യായങ്ങളാണ് ഈ മുടക്ക് 1911-ലും 1923-ലും 1932-ലും പിൻവലിക്കപ്പെട്ടിരുന്നു, അതായത് റദ്ദാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് വട്ടശ്ശേരിൽ മെത്രാൻ സ്വസ്ഥാനത്ത് തിരികെ ആക്കപ്പെട്ടിരുന്നു. ഇത് എത്രമാത്രം യുക്തിക്ക് നിരക്കാത്തതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ആദ്യത്തെ ഒരു പ്രാവശ്യം മുടക്ക് നീക്കിയിരുന്നുവെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തേതിൻ്റെയും ആവശ്യമില്ലായിരുന്നുവല്ലോ. അപ്പോൾ തന്നെ മനസ്സിലാകും ഇതിലെന്തോ പന്തികേടുണ്ടെന്ന്. ഇതിനെ നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. ഇത് മൂന്നും പരസ്പര വിരുദ്ധങ്ങളാണ്. ആദ്യത്തേത് 1911 മാർ അബ്ദുൽ മെഷിഹ കത്തുമൂലം വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് നീക്കിയിരുന്നു. ആ കത്തിനകത്ത് അദ്ദേഹം എന്താ പറയുന്നത്? അബ്ദുള്ളയുടെ മുടക്ക്, അതായത് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷം വന്ന പാത്രിയർക്കീസാണ് മാർ അബ്ദുള്ള അഥവാ മാർ അബ്ദേദ് അലോഹോ എന്ന സുറിയാനിയിൽ പേര്. അബ്ദുള്ളയുടെ മുടക്ക സാധുവല്ല, മോർ വട്ടശ്ശേരിലിന്റെ സ്ഥാനം സുരക്ഷിതമാണ്. ഇപ്രകാരമാണ് അദ്ദേഹം മലങ്കരയിലേക്ക് എഴുത്തെഴുതിയത്. അതിനാൽ മുടക്ക് നീങ്ങിയിരുന്നു എന്നാണ് ഈ 21-ാം നൂറ്റാണ്ടിലെ വട്ടശ്ശേരിൽ മെത്രാനെ അനുകൂലിക്കുന്നവരായുള്ളവരും അല്ലെങ്കിൽ പരോക്ഷമായി അനുകൂലിക്കുന്നവരും എങ്കിൽ യാക്കോബായ സഭയിൽ തന്നെ നിന്നുകൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ പിന്താങ്ങുന്നവരുമായ വിചിത്രമായ ചില ആളുകളുടെ വാദം. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വളരെ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാൻ സമർപ്പിക്കുന്ന തെളിവുകൾ കേൾക്കുക. ഇത് ന്യായമുള്ള തെളിവുകളാണോ എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. ഇന്റർനെറ്റിൽ പല രേഖകളും വായിക്കുവാൻ കിട്ടും. രേഖകൾ നിങ്ങൾക്ക് സ്വന്തമായി പുസ്തകം വാങ്ങിച്ച് വായിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ എൻ്റെ PhD തീസിസ് ഓൺലൈനിൽ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ പുസ്തകം ബ്രീഫ് ഹിസ്റ്ററി എന്ന പുസ്തകമുണ്ട്, അതിൻ്റെ എൻഡ് നോട്ട്സിലുണ്ട്.
അവിടെ കൃത്യമായി പുസ്തകത്തിന്റെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വായിക്കാൻ സാധിക്കും. സോ ഇപ്രകാരമാണ് അദ്ദേഹം 1911 എഴുതിയത്. ഇതിന്റെ ന്യായം എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. 1911 ഇങ്ങനെ മലങ്കരയ്ക്ക് അദ്ദേഹം ഒരു എഴുത്ത് എഴുതി എന്നത് ശരി തന്നെ. പക്ഷേ അതുകൊണ്ട് മുടക്ക് നീങ്ങി വട്ടശ്ശേരിൽ മെത്രാൻ സ്ഥാനം വീണ്ടെടുത്തില്ല എന്നത് ചരിത്ര സത്യമായി തന്നെ അവശേഷിക്കുന്നു. കാരണം അതിന്റെ ഏറ്റവും നല്ല തെളിവ് അദ്ദേഹം 1923 ബന്ധപ്പെട്ട് മർദീനിൽ പോയി എലിയാസ് തൃതീയൻ ബാബായെ കാണുകയും മുടക്ക് നീക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ മുടക്ക് നീങ്ങിയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു യാത്രയുടെ ആവശ്യമോ അങ്ങനെ ഒരു ആകാംക്ഷയ്ക്ക് കാരണമോ ഉണ്ടാകുകയില്ലായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. 23 അദ്ദേഹം ബന്ധപ്പെട്ടു പോയി. പിന്നെ വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് റദ്ദാക്കുവാൻ അബ്ദുൽ മശിഹായ്ക്ക് അധികാരമുണ്ടായിരുന്നു. അത് ഇവിടെ പ്രസക്തമായ ചോദ്യമാണ്. നീക്കപ്പെട്ട ശേഷം അദ്ദേഹം വീണ്ടും പാത്രിയർക്കായി തന്നെ തുടർന്നു എന്ന് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ കണ്ടു. അപ്പോൾ വീണ്ടും മറുചോദ്യം, മോർ അബ്ദുൽ മശിഹായോ മോർ അബ്ദുള്ളായോ, ഇതിൽ ആരായിരുന്നു ശരിക്കുമുള്ള പാത്രിയർക്കീസ് ഈ 1911 കാലങ്ങളിൽ? അപ്പോൾ നമുക്ക് വിഘടിതരുടെ ഈ വാദം ഒന്നുകൂടി കേൾക്കാം. സ്ഥാനഭ്രംശത്തിന് ശേഷം മോർ അബ്ദുൽ മശിഹ യഥാർത്ഥ പാത്രിയർക്കീസായി തുടർന്നു. ഇത് നോക്കൂ. നീക്കപ്പെട്ട ശേഷവും മോർ അബ്ദുൽ മശിഹ യഥാർത്ഥ പാത്രിയർക്കീസായി തുടർന്നു. റിട്ടയർ ചെയ്ത മൂത്ത പാത്രിയർക്കീസായിരുന്നു അദ്ദേഹം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാക്കോബായക്കാരെ ഹൃദയം സ്തംഭിപ്പിക്കുന്നതായ വാചകം. റിട്ടയർ ചെയ്ത മൂത്ത പാത്രിയർക്കീസ്. ഒരു പാത്രിയർക്കീസ് റിട്ടയർ ചെയ്തതായി സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. മൂത്ത പാത്രിയർക്കീസ് എന്നൊരു ഡെസിഗ്നേഷൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇതാ തെളിവുകൾ. ഉദായ കാനോൻ 7-ാം അധ്യായത്തിൽ തെളിവുണ്ട് എന്ന് തറപ്പിച്ചു പറയുന്ന ഒരു വാചകവും. അപ്പോൾ ഇതാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഹുദായ കാനോൻ 7-ാം അധ്യായം. ഇവിടെ എന്താണ് പറയുന്നത്? പേജ് 69 ഹുദായ കാനോൻ. ബറബ്രായ ആണ് ഇത് ക്രോഡീകരിച്ചത്. ഹുദായ എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓരോ വ്യക്തികളുടെയും, അതായത് ഓരോ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ ആണെങ്കിൽ അവരുടെ പേര് വെച്ചാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സുന്നഹദോസാണ് ഒരു നിയമം കൊണ്ടുവന്നത് എങ്കിൽ ആ സുന്നഹദോസിന്റെ പേരും വർഷവുമാണ്. അതും രണ്ടുമല്ലാതെ പൊതുവായി സഭാപിതാക്കന്മാർ കൂടി നിശ്ചയിച്ച കാര്യങ്ങളാണെങ്കിൽ അതിനാണ് ഹുദായ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുവായി വന്ന ഒരു നിബന്ധനയാണ്, കാനോനിക നിയമമാണ്. ഇതിൽ എന്താണ് പറയുന്നത്? വിശ്വാസ വിപരീതം ഇല്ലാതിരിക്കുകയും തന്നിഷ്ടവും അധികാരപ്രിയവും നിമിത്തം തർക്കമുണ്ടാകുകയും ഒരു സിംഹാസനത്തിലേക്കോ ഒരു ഇടവകയിലേക്കോ 2 പാത്രിയർക്കീസന്മാരോ മെത്രാപ്പോലിത്തന്മാരോ വാഴിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്നാമത്തെ ആൾ ഭരണം നടത്തുകയും മറ്റേയാൾ പ്രവൃത്തിരഹിതനായിരിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ അവിടെയാണ് റൂൾ, അവിടെയാണ്. ബാക്കിയുള്ളത് ഉദാഹരണമാണ്. വാട്ട് ഈസ് ദ റൂൾ? വിശ്വാസ വിപരീതമില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ വിശ്വാസത്തിൽ ഐക്യമുണ്ട് ഇല്ലാതിരിക്കുകയും തന്നിഷ്ടവും അധികാരവും പ്രിയവും നിമിത്തം തർക്കമുണ്ടാകുകയും. വിശ്വാസത്തിൽ വ്യത്യാസമില്ല. പക്ഷേ ഇത് മാർ അബ്ദുൽ മശിഹായ്ക്കും മാർ അബ്ദുള്ള പാത്രിയർക്കീസിനെയും ബാധിക്കുന്നതാണ്. രണ്ടുപേർക്കും തമ്മിൽ വിശ്വാസത്തിൽ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ 2 പാത്രിയർക്കീസന്മാർ എങ്ങനെ ഉണ്ടായി? തന്നിഷ്ടവും അധികാരപ്രിയവും നിമിത്തം തർക്കമുണ്ടായി. അങ്ങനെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹുദായ സമർത്ഥിക്കുന്നത്. തർക്കമുണ്ടായി ഒരു സിംഹാസനത്തിലേക്കോ ഒരു ഇടവകയിലേക്കോ 2 പാത്രിയർക്കീസന്മാരോ മെത്രാപ്പൊലീത്തന്മാരോ വാഴിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒന്നാമത്തെ ആൾ ഭരണം നടത്തുകയും രണ്ടാമത്തെ ആൾ പ്രവൃത്തിരഹിതനായി ഇരിക്കുകയും വേണം.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പരിതസ്ഥിതിയിൽ അത് ആപ്ലിക്കബിൾ ആണ്, ശരിയാണ്. 2 പാത്രിയർക്കീസുമാർ അതെങ്ങനെ, അപ്പോൾ ആരാണ് ഭരണം നടത്തേണ്ടത്? മൂത്തയാൾ. അപ്പോൾ ഈ വിഘടിത വാദം ശരിയെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും. നമ്മൾക്ക് വീണ്ടും അതേ ഹൃദയസ്തംഭനം ഉണ്ടാകും, നാഡീസ്തംഭനം ഉണ്ടാകും. ഇത് ശരിയോ? കാരണം ഇത്രയും നാൾ സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു നിഷ്കർഷ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഹുദായ വിശദീകരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ സോക്രട്ടീസ് എക്ലീസിയാസ്റ്റിക്കായിൽ വിവരിക്കുന്ന പ്രകാരം റോമാ സിംഹാസനത്തിൽ നിയമിക്കപ്പെട്ട ഉർസീനോസ് ഭരണമില്ലാത്തവനായിരിക്കുകയും അതിനു മുൻപ് വാഴിക്കപ്പെട്ട ദുമാനോസ് ഭരണം നടത്തുകയും ചെയ്തു. അപ്പോൾ 2 പേരുണ്ടായിരുന്നു, ഉർസീനോസും ദുമാനോസും. അങ്ങനെ തന്നെ ഗ്രിഗോറിയോസ് തെവലോഗോസിന് ശേഷം കുസ്തന്തിനോപ്പൊലീസിൽ വാഴിക്കപ്പെട്ട കുനീക്കിക്കാരൻ അക്സീമ നിരസിക്കപ്പെട്ടു. അപ്പൊ 2ാമത് വന്നയാളെ അവിടെയും നിരസിച്ചു. ഇതിനെ 150 പേർ ഉൾപ്പെട്ട സുന്നഹദോസിലെ 3ാം കാനോന സ്ഥിരീകരിക്കുന്നു. തെവദോഷ്യോസിന്റെ ശേഷം അലക്സാന്ദ്രിയന്മേൽ വാഴിക്കപ്പെട്ട ഗായോൻ അർക്കദിയാക്കോൻ യുസ്റ്റീനിയോൻ രാജാവിനാൽ നാടുകടത്തപ്പെടുകയും തെവദോഷ്യോസ് ഭരണം നടത്തുകയും ചെയ്തു. ഇതാണ് 69ാമത്തെ ഹുദായ കാനോനിന്റെ പേജിൽ 7ാം അധ്യായത്തിൽ പറയുന്നത്. ഇതിനെ വിശകലനം ചെയ്യുകയാണ്. കൃത്യമായി എന്തെന്ന് പരിശോധിക്കാം. ഇത് ഞാൻ വായിച്ചത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കാണുമല്ലോ. വീണ്ടും വായിക്കാം നിങ്ങൾക്ക്. ഇവിടെ സമാനമായി റോമിലും കുസ്തന്തിനോപ്പൊലീസിലും അലക്സാൻഡ്രിയയിലും നടന്ന 3 ചരിത്ര സംഭവങ്ങളെയാണ് പരാമർശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സഭകളുടെ 4ആയി വിഭജിക്കപ്പെട്ട മറ്റു 3 സഭകളുടെ ആസ്ഥാനങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളാണ്, സമാനമായ സംഭവങ്ങളാണ് ഇവിടെ ഉദാഹരണമായി കൊണ്ടുവരുന്നത്. ഒന്ന് റോമില്, 2ാമത്തേത് കുസ്തന്തിനോപ്പൊലീസില്, 3ാമത് അലക്സാൻഡ്രിയയിൽ. എന്താണ് ഈ സംഭവങ്ങൾ? പ്ലീസ് എക്സ്ക്യൂസ് മീ. അലക്സാൻഡ്രിയയിൽ നടന്നത്, പക്ഷെ ഏറ്റവും പ്രസക്തമായത് ഇത് എന്നാണ് നടന്നത്, വിച്ച് വാസ് ദ ഇയർ. അപ്പോൾ അത് നോക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ശരിയാണ്. പക്ഷെ അത് 4ാം നൂറ്റാണ്ടിലായിരുന്നു, 366. 2 പേപ്പൽ കാൻഡിഡേറ്റ്സ്, മാർപ്പാപ്പ ആകുവാൻ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. മൂത്തയാളുടെ പേര് ദുമാനോസ് എന്നായിരുന്നു, ആൻഡ് 2ാമത്തെ ആളുടെ പേര് ഉർസീനോസ്. അത് ഐ തിങ്ക് ഐ ഹാവ് പുട്ട് ഇറ്റ് ഹിയർ. യാ, 366 2 പേപ്പൽ സ്ഥാനാർത്ഥികൾ, ദുമാനോസും ഉർസീനോസും. ദുമാനോസ് വാസ് കോൺസിക്രേറ്റഡ് ആസ് ദ പോപ്പ് ഓഫ് റോം. ദുമാനസിനെയാണ് അവർ തിരഞ്ഞെടുത്ത് മാർപ്പാപ്പ ആയി അവരോധിച്ചത്. എന്നാൽ ശക്തമായ ഒരു ഞാൻ മലയാളത്തിലുള്ളത് വായിക്കാം, ഇംഗ്ലീഷ് മാത്രമേ അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിലുള്ള ഭാഗം വായിക്കാം. അതിൻ്റെ ചരിത്രപരമായ വിശദീകരണങ്ങൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ മാത്രമല്ല മറ്റു പല സഭാ ചരിത്ര പുസ്തകങ്ങളിലും ഉണ്ട്. ഇത് ബ്രിട്ടാനിക്കയിൽ മാത്രമാണ് അത് വളരെ ഹ്രസ്വമായി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തെ പ്രതി അതിൻ്റെ ലിങ്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഐ എം റീഡിങ് ഫ്രം ദ മലയാളം. ദുമാനസ് തിരഞ്ഞെടുക്കപ്പെട്ടു, പാപ്പായ വിരോധിക്കപ്പെട്ടു. എന്നാൽ ശക്തമായ ഒരു വിഭാഗം ആൾക്കാർ ഉർസീനസിനെ പിന്തുണയ്ക്കുകയും രഹസ്യമായി അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു. തെരുവുകളിലും പള്ളികളിലും അവർ തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഓർക്കുക, ഇത് റോമിലാണ്. ഒടുവിൽ ഉർസീനസ്, അതായത് 2ാമത് അവരോധിക്കപ്പെട്ട കള്ള മാർപ്പാപ്പ, നാടുകടത്തപ്പെടുകയും ശരിയായ മാർപ്പാപ്പ ദുമാനോസ് സഭ ഭരിക്കുകയും ചെയ്തു. നല്ലൊരു ഉദാഹരണമാണ്. 2 പേർ വിഘടിതർ, കുറെ പേർ ചേർന്ന് മറ്റൊരാളെ മാർപ്പാപ്പ ആക്കാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. ജനങ്ങൾ അദ്ദേഹത്തെ തിരസ്കരിച്ചു. ശരിയായ മാർപ്പാപ്പ തന്നെ ഭരണം തുടരുകയും ചെയ്തു. നാട് കടത്തപ്പെട്ടു.
അപ്പോൾ വിഘടിതന്റെ ഈ നേതാവ് ഉർസീനസ് നാട് കടത്തപ്പെട്ടു. അതോടെ കഥ തീർന്നു. രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? നാസിയാൻസിലെ സെന്റ് ഗ്രിഗറിയുടെ ചരിത്രമാണ്. ഇതും 4-ാം നൂറ്റാണ്ടിൽ തന്നെ നടന്ന സംഭവമാണ്. ഇംഗ്ലീഷ് മാത്രമേ അറിയാവുള്ളവർക്ക് അതിൻ്റെ വിശദീകരണം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മലയാളത്തിലുള്ളത് വായിക്കാം. നാസിയാൻസിലെ സെയിന്റ് ഗ്രിഗറി, അദ്ദേഹത്തെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഗ്രിഗോറിയോസ് തെവലോഗോസ് ഓർ സെയിന്റ് ഗ്രിഗറി ദ തിയോളോജിയൻ, വേദശാസ്ത്രജ്ഞനായ സെയിന്റ് ഗ്രിഗോറിയോസ്. ആര്യൻ പാഷാണ്ഡതയ്ക്കെതിരെ പോരാടിയ കപ്പദോഷ്യൻ പിതാവായിരുന്നു അദ്ദേഹം. ത്രിത്വ സിദ്ധാന്തത്തിന്റെ ശക്തമായ വക്താവായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ ടൈപ്പ് ചെയ്തത് ശരിയായി വായിക്കാമോ എന്ന് അറിഞ്ഞുകൂടാ. ത്രിത്വ എന്നുള്ളതാണ് വാക്ക്. തിയോഡോഷ്യസ് ഒന്നാമൻ ചക്രവർത്തി അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പാത്രിയർക്കാസായി വാഴിച്ചു. തിയോഡോഷ്യസ് ചക്രവർത്തി അലക്സാൻഡ്രിയയിലുള്ള അദ്ദേഹത്തിന്റെ എതിരാളികൾ, അതെങ്ങനെയാണ് അലക്സാൻഡ്രിയയിൽ അദ്ദേഹത്തിന് എതിരാളികൾ ഉണ്ടാകുന്നത്? അലക്സാൻഡ്രിയ മധ്യധരണിയാഴി മെഡിറ്ററേനിയൻ സീയുടെ അക്കരെയാണ്. പക്ഷേ അലക്സാൻഡ്രിയയിൽ അനേകം റോമാക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ രണ്ടാം റോമ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ആസ്ഥാനമായ പട്ടണത്തിലെ ജനങ്ങൾ, കാരണം ഇത് ഡൽഹിയും ബോംബെയും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ലണ്ടനും മാഞ്ചസ്റ്ററും എന്ന് പറയുന്ന പോലെ ചീഫ് സിറ്റി, സെക്കൻഡ് സിറ്റി, ചീഫ് സിറ്റി കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നെങ്കിൽ അലക്സാൻഡ്രിയ രണ്ടാമത്തെ സിറ്റി ആയിരുന്നു. അപ്പോൾ ഗ്രീക്കുകാരായ പലരും അലക്സാൻഡ്രിയയിൽ പാർത്തിരുന്നു. അവർക്ക് നാസിയാൻസിലെ സെന്റ് ഗ്രിഗറിയെ പാത്രിയർക്കീസ് ആക്കിയത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവര് കോൺസ്റ്റാന്റിനോപ്പിളിൽ തന്നെ കലാപം ഉണ്ടാക്കുകയല്ല ചെയ്തത്. പ്രത്യേകിച്ചും ചക്രവർത്തി അവിടെ ഇരിക്കുന്നതുകൊണ്ട് അല്പം ഭയവും ശങ്കയും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവർ കലാപം ഉണ്ടാക്കിയത് 800 മൈൽ അകലെ അലക്സാൻഡ്രിയയിലാണ്. അവരെന്താണ് ചെയ്തത്? അലക്സാൻഡ്രിയയിലുള്ള അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തിനെതിരായി മാക്സിമസ് ദ സിനിക് എന്നയാളെ അവരോധിച്ചു. അതുമൂലം മാർ ഗ്രിഗറി നിരാശനായി മനം മടുത്ത് റിട്ടയർ ചെയ്ത് പുറകോട്ട് മാറി. ഇങ്ങനെ തല്ലിപ്പിടിച്ചുകൊണ്ട് എനിക്ക് പാത്രിയർക്കീസായി ഇരിക്കാൻ ആഗ്രഹമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ദേറായിൽ പോയി താമസമായി. എന്നാൽ സഭ ഈ വിഘടിതനായ മാക്സിമസിന്റെ സാധുതയെ പൂർണ്ണമായും നിഷേധിച്ചു. സഭ അലക്സാൻഡ്രിയയിൽ അല്ല എന്ന് നമ്മൾ ഓർക്കുമല്ലോ. സഭ കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും സഭയുടെ പ്രധാനപ്പെട്ടവരും സഭയുടെ പ്രധാനപ്പെട്ട ജനസഞ്ചയവും അലക്സാൻഡ്രിയയിലുള്ള മാക്സിമസ് എന്ന് പറയുന്ന ആ വിഘടിതനെ പൂർണ്ണമായി നിഷേധിച്ച് പിന്നെ അവർ ചെയ്തതെന്നാ? സ്ഥലത്ത് ഇല്ലാതെ തന്നെ ഗ്രിഗറി പാത്രിയർക്കീസായി തുടർന്നു. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിൽ ഇല്ലായിരുന്നു. അദ്ദേഹം വളരെ ദൂരെ മാറി ഒരു ശാന്തമായ ദേറായിൽ പാർക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു ഇത്തരം വഴക്കുകളിൽ ഏർപ്പെടുവാൻ. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാത്രിയർക്കീസായി ആ സഭ അംഗീകരിച്ചു. അങ്ങനെ സഭ മുൻപോട്ട് പോയി. ത്രിത്വത്തെക്കുറിച്ചുള്ള ഗ്രിഗറിയുടെ സിദ്ധാന്തത്തെ സഭ അംഗീകരിച്ചു. അപ്പോഴും ഈ ഹുദായ കാനോനിലെ ഈ നിയമം ഇവിടെ ബാധകമാണ്. ഒരു പാത്രിയർക്കീസ് ശരിയായ വിധത്തിൽ അവരോധിക്കപ്പെട്ടു. അതിനുശേഷം വിഘടിതർ വേറൊരാളെ അവരോധിക്കുന്നു. ആ വേറൊരാളെ ജനവും സഭയും തള്ളിക്കളഞ്ഞ ശേഷം ആദ്യത്തെ ആൾ തന്നെ ഭരണം തുടരുന്നു. വളരെ നല്ല ഉപമയാണ്, ദൃഷ്ടാന്തമാണ്. മൂന്നാമത്തെ ദൃഷ്ടാന്തം എന്താണെന്ന് നോക്കാം. ചരിത്ര സംഭവങ്ങളിൽ മൂന്നാമത്തേത്, ഇത് കുറച്ചുകൂടെ സമയത്തിന് ശേഷമാണ്. AD 535 മോർ തെവോദോസിയോസ് ഓഫ് അലക്സാൻഡ്രിയയുടെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. I will read from the Malayalam bit. മൂന്നാമത്തെ ഉദാഹരണം, അലക്സാൻഡ്രിയയിൽ മാർ തെവോദോസിയോസ് വാഴുമ്പോൾ ഏകദേശം 535 മുതലാണ് അദ്ദേഹം അവിടെ പാത്രിയർക്കീസ് ആയത്. നമുക്കറിയാവുന്നതുപോലെ അലക്സാൻഡ്രിയയിലെ പാത്രിയർക്കീസുമാരെയും പാപ്പ എന്നാണ് അവർ സ്ഥാനപ്പേരിൽ വിളിച്ചിരുന്നത്.
വാഴുമ്പോൾ നന്മയുടെ ശത്രുക്കളായ ചില തിന്മപ്പെട്ടവർ ആ പട്ടണത്തിലെ പള്ളികളുടെ അർക്കദിയാക്കോനായിരുന്ന അക്കാച്ചിയൂസ് എന്നവനെ പാത്രീർക്കീസാക്കി. എങ്ങനെയുള്ളവരായിരുന്നു നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. സഭാചരിത്ര പുസ്തകങ്ങളിൽ ഇങ്ങനെ വളരെ ഹ്രസ്വമായ പദപ്രയോഗങ്ങളാണ്. നന്മയുടെ ശത്രുക്കളായ ചില തിന്മപ്പെട്ടവർ ആ പട്ടണത്തിലെ പള്ളികളുടെ അർക്കദിയാക്കോനായിരുന്ന, അതായത് ഒരു പുരോഹിതനല്ല, മെത്രാപ്പൊലിത്തായും അല്ല, വെറും ആർച്ച് ഡീക്കനായിരുന്ന ഒരാളെ പിടിച്ച് പാത്രീർക്കീസാക്കി. അതിനുശേഷം പാപ്പാമാർ തെവോദോസിയോസിനെ ജെർമാനോസ് എന്ന പട്ടണത്തിലേക്ക് നാടുകടത്തി. അപ്പം അക്കാച്ചിയോസിനെ പാത്രീർക്കീസ് ആക്കിയത് മാത്രമല്ല, അയാൾക്ക് വളരെ സ്വാധീനവും ആജ്ഞാശക്തിയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ശരിയായ പാത്രീർക്കീസിനെ അവർ കൂടി നാടുകടത്തി. ജനം ജസ്റ്റീനിയൻ ചക്രവർത്തിയോട് പരാതിപ്പെടുകയും സത്യക്രിസ്ത്യാനിയായ അത് മലയാളം സ്പെല്ലിംഗ് തെറ്റി. സത്യക്രിസ്ത്യാനിയായ തിയോഡോറ രാജ്ഞിയുടെ സഹായത്തോടെ ജനം ഒരു സുന്നഹദോസ് വിളിച്ചു കൂട്ടുകയും അതിൽ തങ്ങളുടെ ശരിയായ പാത്രീർക്കീസിനെ ഏറ്റുപറയുകയും അക്കാച്ചിയൂസ് കുറ്റം സമ്മതിച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രശ്നം തീരാഞ്ഞതിനാൽ പാപ്പ കൽക്കിദോൻ വിശ്വാസം സ്വീകരിക്കാമെങ്കിൽ വലിയ ബഹുമാനവും അധികാരങ്ങളും നൽകാമെന്ന് ജസ്റ്റീനിയൻ ചക്രവർത്തി പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അക്കാച്ചിയൂസ് ജനങ്ങളാൽ നാടുകടത്തപ്പെടുകയും നാടുകടത്തപ്പെട്ട നിലയിൽ തന്നെ മാർ തെവോദോസിയോസ് ഭരണം തുടരുകയും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും നാടുകടത്തപ്പെട്ടു. ഓക്കെ, മാർ തെവോദോസിയോസ് നാടുകടത്തപ്പെട്ടു. മറ്റേ അർക്കദിയാക്കോനായിരുന്ന വിഘടിതനും നാടുകടത്തപ്പെട്ടു. അദ്ദേഹത്തെ സഭ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ രാജാവും ഇദ്ദേഹത്തെ സഹായിച്ചില്ല എന്നുള്ളത് പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. രാജാവ്, അതായത് ചക്രവർത്തി, കോപ്റ്റിക് സഭക്കാരോട് എതിരായിരുന്നു, സുറിയാനിക്കാരോട് എതിരായിരുന്നതുപോലെ തന്നെ. കാരണം സുറിയാനിക്കാരും കോപ്റ്റിക്കുകാരും കൽക്കദോന്യ സുന്നഹദോസിലെ നിശ്ചയങ്ങൾക്ക് എതിരായി നിന്നതുകൊണ്ട് തന്നെ. അതിനാൽ നമുക്കറിയാവുന്ന പോലെ തിയോഡോറ രാജ്ഞിയാണ് ചക്രവർത്തിയുടെ അതിക്രമങ്ങളിൽ നിന്നും സഭയെ രക്ഷിക്കുവാൻ തക്കവണ്ണം തടയിട്ടുകൊണ്ട് നിന്നിരുന്നത്. എന്നിരുന്നാലും കഴിയാവുന്ന വിധത്തിലൊക്കെ സഭയെ, രണ്ട് സഭക്കാരെയും, സുറിയാനിക്കാരെയും കോപ്റ്റിക്കാരെയും അദ്ദേഹം ഞെരുക്കിക്കൊണ്ടിരുന്നു. അതിലൊന്നാണ് ഇത്. പാത്രീർക്കീസിനോട് ഏറ്റവും അവസാനത്തതിൻ്റെ മുമ്പിലെ വാചകം ശ്രദ്ധിക്കുക. പ്രശ്നം തീരാഞ്ഞതിനാൽ കോപ്റ്റിക്ക് പാപ്പ കൽക്കിദോൻ വിശ്വാസം സ്വീകരിക്കാമെങ്കിൽ വലിയ ബഹുമാനങ്ങളും അധികാരങ്ങളും നൽകാമെന്ന് ജസ്റ്റീനിയൻ ചക്രവർത്തി പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ജനങ്ങൾ അക്കാച്ചിയൂസിനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ അയാളെ നാടുകടത്തപ്പെട്ട നിലയിൽ തന്നെ തെവോദോസിയോസ് ഭരണം തുടരുകയും ചെയ്തു. ഞാൻ അവസാനം ഒരു വാചകം കൂടി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് രസകരമായി തോന്നുമായിരിക്കാം. ഇത് മാർ തെവോദോസിയോസ് നേരായ പാത്രീർക്കീസ് ആണെന്ന് ജനം സ്ഥിരീകരിക്കുകയും അക്കാച്ചിയൂസിനെ തള്ളുകയും ചെയ്തുകൊണ്ടായിരുന്നു എന്ന് നമുക്കിത് മനസ്സിലാക്കാം. Although he was exiled, although he was not in Alexandria, we can see, നമുക്ക് കാണാൻ സാധിക്കും, നേരായ പാത്രീർക്കീസ് തെവോദോസിയോസ് ആണെന്ന് ജനം മനസ്സിലാക്കി, സ്ഥിരീകരിച്ചു കൊടുത്തു. Confirmed that he was the real patriarch. അക്കാച്ചിയൂസിനെ തള്ളുകയും ചെയ്തുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സന്ദർഭങ്ങളിലായിരുന്നു, നമുക്ക് ചരിത്രം അറിയാവുന്ന ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും, ഇങ്ങനെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ അനേകം പരിശുദ്ധന്മാരായ സഭാപിതാക്കന്മാർ അടിഞ്ഞുകൂടിയത്. ഈ തെവോദോസിയോസിന്റെ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അനേക പരിശുദ്ധ പിതാക്കന്മാർ കോൺസ്റ്റാന്റിനോപ്പിളിൽ അടിഞ്ഞുകൂടി. അവിടെ വെച്ചാണ് യാക്കോബ് ബൃദാനായെ തീബേലിന്റെ മെത്രാപ്പോലിത്തായി വാഴിച്ചതും അദ്ദേഹം വന്ന് സുറിയാനിക്കാരെ, സഭയെ രക്ഷിച്ചതും. ഈ വർഷങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയാണ് മാർ തെവോദോസിയോസ് എന്ന മാർപ്പാപ്പ അല്ലെങ്കിൽ പേട്രിയാർക്ക്, അദ്ദേഹം ഇസ്താംബൂളിൽ തടവിൽ പാർക്കപ്പെടുവാൻ കാരണമായത് ഇതാണ്. അപ്പോൾ ഈ മൂന്ന് സാദൃശ്യങ്ങളും ഏകദേശം ഒരുപോലെ. രണ്ട് പാത്രീർക്കീസുമാർ
മൂത്തയാൾ ശരിയായി അവരോധിക്കപ്പെട്ടയാൾ, രണ്ടാമത്തെ ആൾ കുറെ വിഘടിതർ കൂടി എടുത്തുപൊക്കി ആ സ്ഥാനത്ത് വെക്കുവാൻ ശ്രമിച്ച ഒരാൾ. ആ രണ്ടാമത്തെ ആളെ സഭ ഒന്നടങ്കം തള്ളിക്കളയുകയും തങ്ങളുടെ ശരിയായ പാത്രിയർക്കീസിനെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. 3 ഉദാഹരണങ്ങളിലും ഈ വിഘടിതർ ആ ആഗ്രഹം വിട്ടുകളഞ്ഞ് പിന്തിരിയേണ്ടി വന്നു. ഇത് പാഴ് ചരിത്ര ന്യായമായി തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഹുദായ കാനോനിൽ വിവരിച്ചിരിക്കുന്ന ഈ പാരഗ്രാഫ് അതിൻ്റെ ആദ്യത്തെ വാചകം മാത്രം എടുത്തുകൊണ്ടാണ് ഈ ന്യായം ഉന്നയിച്ചയാൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ ആദ്യത്തെ വാചകത്തിൽ എന്താണ്? 2 പേർ ഒരു മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്കോ പാത്രിയർക്കാ സ്ഥാനത്തേക്കോ അവരോധിക്കപ്പെടുകയാണെങ്കിൽ അവർ തമ്മിൽ വിശ്വാസത്തിൽ വ്യത്യാസമില്ല എങ്കിൽ മൂത്തയാൾ വേണം ഭരണം നടത്തുവാൻ, രണ്ടാമത്തെ ആൾ അടങ്ങിയിരിക്കണം. ആ വാചകം മാത്രം എടുത്തുകൊണ്ടാണ് അത് അബ്ദുൽ മശിഹ അബ്ദുള്ള പാത്രിയർക്കീസന്മാരുടെ കാലഘട്ടത്തിലേക്ക് ഒട്ടിച്ചു വെച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് വളരെ അപലപനീയം എന്ന് മാത്രമേ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ചരിത്രം മനസ്സിലായില്ല എങ്കിൽ ഇത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ പലരും അംഗീകരിച്ചു കൊടുക്കുന്നത് നിർഭാഗ്യവശാൽ കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഹുദായ കാനോൻ തന്നെ വായിച്ചിട്ടില്ല. വായിച്ചാൽ തന്നെ ഇതിന്റെ പശ്ചാത്തലം എന്തെന്ന് അറിയാൻ പാടില്ലാതെ, ശരിയോ ഇങ്ങനെ ഉണ്ടായിരുന്നോ, അപ്പൊ ഹുദായ ഇങ്ങനെ ഒരു കാനോനിക നിയമം ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ ആ നിയമം അനുസരിച്ച് അബ്ദുൽ മഷിഹ പാത്രിയർക്കീസ് ആണല്ലോ മൂത്ത പാത്രിയർക്കീസ്, അപ്പോൾ അദ്ദേഹമാണല്ലോ ഭരണം നടത്തേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുകയാണല്ലോ വേണ്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ന്യായമായി വരും. അതായത് വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് അബ്ദുള്ള ആണ് ഇറക്കിയതെങ്കിൽ ആ മുടക്കിനെ റദ്ദാക്കുവാൻ അബ്ദുൽ മഷിഹായ്ക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ വായിക്കാം. ഈ ഉദാഹരണങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത്? യഥാർത്ഥ സഭാപിതാവിനെ വിമതർ പുറത്താക്കി സ്വന്തം സ്ഥാനാർത്ഥിയെ ഉയർത്തുന്നു. എന്നാൽ സത്യവിശ്വാസികൾ വിമതനെ നിരസിക്കുകയും തങ്ങളുടെ യഥാർത്ഥ പിതാവിനെ പാത്രിയർക്കീസായി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ 1904 സംഭവവുമായി എവിടെയാണ് ബന്ധം? 1904 അബ്ദുൽ മഷിഹ പാത്രിയർക്കീസിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഇതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ കുത്തൊഴുക്കോടുകൂടിയുള്ള വാഗ്ധോരണിയിൽ പറഞ്ഞും പഠിപ്പിച്ചും അതിനുശേഷം ഇന്റർവ്യൂ കൊടുത്തും പ്രചരിപ്പിക്കുന്നതിലെ കാപട്യവും ഭോഷ്കും തിരിച്ചറിഞ്ഞ് അതിനെ യഥോചിതം ഖണ്ഡിക്കുവാൻ യാക്കോബായക്കാർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിൽ അജ്ഞത ഒരു ഒഴിവുകഴിവ് അല്ല തന്നെ. ഈ വാദത്തിൽ ഏതൊരു വാദത്തിലെങ്കിലും പന്തികേട് കണ്ടാൽ ഉടൻ അതിനെപ്പറ്റി പഠിക്കുക, സൗമ്യതയോടെയെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുക, അങ്ങനത്തെ വാദങ്ങളെ ദുർബലപ്പെടുത്തുക. രണ്ടാമത് പറയുന്നത് വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് രണ്ടാമതൊരു പ്രാവശ്യവും കൂടി തീർത്തു. ഈ വാദം 1923 ഏലിയാസ് തൃതീയൻ ബാവ കുർക്കുർമ ദേറായിൽ വെച്ച് വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് തീർത്തു, അദ്ദേഹത്തെ അംഗീകരിച്ചു, വീണ്ടും സ്വസ്ഥാനത്താക്കി എന്നുള്ളതാണ്. അതിന്റെ തെളിവ് സമർപ്പിക്കുന്നത് മെത്രാപ്പോലിത്ത മോർ ഫിലക്സിനോസ് യുഹാനോൻ ദൊളബാനി ഇപ്രകാരം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ന്യായം എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, ഈ വാദം പൂർണ്ണമായി അസത്യമാണ്. കാരണം പണ്ഡിതനായ ഓക്സ്ഫോർഡ് പ്രൊഫസർ ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്ക് തന്റെ പക്കലുള്ള ഈ പുസ്തകം പരിശോധിച്ച് അങ്ങനെ ഒരു പരാമർശം പോലും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായി, അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും 1932 എലിയാസ് തൃതീയൻ ബാവ കേരളത്തിൽ വന്നപ്പോൾ ആലുവായിൽ വെച്ച് ബാവായുടെ മുൻപാകെ കരഞ്ഞ്
മുടക്ക് നീക്കിത്തരണം, മറ്റു മെത്രാന്മാർ എന്നെ അംഗീകരിക്കുന്നില്ല, ദീവന്നാസിയോസ് എന്ന് വിളിക്കുന്നില്ല എന്ന അപേക്ഷയുമായി വട്ടശ്ശേരിൽ മെത്രാൻ പാത്രിയർക്കീസ് ബാവയുടെ മുമ്പിൽ വന്നത്. അതുകൊണ്ട് ആ 23-ലും തീർത്തു എന്ന് പറയപ്പെടുന്ന മുടക്ക് തീർക്കൽ നടന്നില്ല. ഇനിയും മൂന്നാമത്തെ ആണ്, സോറി, എക്സ്ക്യൂസ് മീ, ആയിരത്തി 1931 വെച്ച് ഏലിയാസ് തൃതീയൻ ബാവ വട്ടശ്ശേരിൽ മോർ ദീവന്നാസ്യോസിന്റെ മുടക്ക് തീർത്തു, സ്വീകരിച്ചു, അദ്ദേഹത്തെ പുനഃസ്ഥാപിച്ചു, അതിന് കൽപ്പനയും ഇറക്കി, വിഭാഗങ്ങൾ പരസ്പരം അനുരഞ്ജനം നടത്തി. ഇത് സഭാചരിത്രകാരന്മാരായ കണിയാമ്പറമ്പിൽ അച്ഛനും മൂലയിൽ അച്ഛനും എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതും അത്ഭുതകരമായിരിക്കുന്നു. പല വാചകങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. ദീവന്നാസ്യോസിന്റെ മുടക്ക് തീർത്തു 1931, അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തെ പുനഃസ്ഥാപിച്ചു, അതിന് കൽപ്പനയും ഇറക്കി പാത്രിയർക്കീസ് ബാവ, വിഭാഗങ്ങൾ പരസ്പരം അനുരഞ്ജനം നടത്തി. ഇത് സഭാചരിത്രകാരന്മാരായ കണിയാമ്പറമ്പിൽ അച്ഛനും മൂലയിൽ അച്ഛനും എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവകാശമാണ്. ഇതിനെ ശ്രദ്ധയോടെ പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ വാദവും തികച്ചും വസ്തുതാപരമല്ലാത്തതാണ് എന്നാണ്. 1931 പാത്രിയർക്കീസിന്റെ ആശ്ലേഷത്തിനും പ്രാരംഭമായ സ്വീകരിക്കലിനും ശേഷം വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് യഥാർത്ഥത്തിൽ റദ്ദ് ചെയ്യപ്പെട്ടോ അദ്ദേഹത്തെ സ്വസ്ഥാനത്തേക്ക് തിരികെ സ്ഥാപിച്ചുവോ? ഇത് രണ്ടും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ രേഖകളുടെയും വരികളിൽ അസന്നിഗ്ധമായി കാണുന്നു. സാങ്കേതികമായി അനുരഞ്ജനവും പുനഃസ്ഥാപനവും ഉണ്ടായതായി മെത്രാൻ അനുഭാവികൾ ഇപ്പോഴും വാദിക്കുന്നു. സാങ്കേതികതയുടെയും നൈയാമികതയുടെയും വാദങ്ങൾ ഇറക്കുക എന്നത് വട്ടശ്ശേരിൽ മെത്രാന്റെ അനുയായികളുടെ രീതി അന്നും ഇന്നും ഒരുപോലെ തുടരുന്നു. യാക്കോബായ സുറിയാനിക്കാരുടെ സർവ്വരേഖകളിൻ പ്രകാരവും സംശയലേശമന്യേ 1932 ശേഷവും വട്ടശ്ശേരിൽ മെത്രാൻ മുടക്കിൽ തന്നെ ആയിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു. തീർച്ചയായും പരിശുദ്ധ പിതാവ്, അതായത് ഏലിയാസ് തൃതീയൻ ബാവ മെത്രാന്റെ പിതാവ്, മെത്രാന് തന്റെ ആശ്ലേഷവും മുടക്ക് തീർപ്പും ഒരു താലത്തിൽ നിരുപാധികം വെച്ച് നീട്ടി എന്നത് ശരി തന്നെയാണ്. പക്ഷെ മെത്രാനാകട്ടെ അത് സ്വീകരിക്കുന്നു എന്ന് അഭിനയിച്ച് യഥാർത്ഥത്തിൽ അതിനെ പുച്ഛിച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. സ്നേഹത്തിന്റെയോ സഭയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന്റെയോ ആയിരുന്നില്ല മെത്രാന്റെ പിന്നീട് സംസാരിച്ച ഒറ്റ വാക്കും പ്രവർത്തിച്ച ഒറ്റ പ്രവൃത്തിയും. പൂർണ്ണമായി കാപട്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ അനുതാപമെന്ന് അറിയാതെയാണ് ഏലിയാസ് തൃതീയൻ ബാവ അദ്ദേഹത്തെ ആശ്ലേഷിച്ച് സ്വീകരിച്ചത്. യാക്കോബായ സുറിയാനിക്കാരുടെ സർവ്വരേഖകളിൽ കാണുന്ന പ്രകാരവും സംശയലേശമന്യേ 32 ശേഷവും വട്ടശ്ശേരിൽ മെത്രാൻ മുടക്കിൽ തന്നെ ആയിരുന്നു എന്ന് ഇത് സ്ഥിരീകരിക്കുന്നു. തന്നെയുമല്ല, യാക്കോബായക്കാരുടെ മനസ്സിൽ അന്നത്തെ സംഭവങ്ങൾ മായാതെ കിടപ്പുണ്ട്. ഇത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വാചകങ്ങൾ പറയുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ പിന്താങ്ങുന്നവർ എത്രമാത്രം ശ്രമിച്ചാലും ഇത് തിരുത്തി എഴുതുവാൻ സാധിക്കുകയില്ല. കാരണം 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ആ ഒരു എക്സ്ക്യൂസ് കൊണ്ട് ചരിത്രം മാറ്റി എഴുതുവാനോ വളച്ചൊടിക്കുവാനോ സാധിക്കയില്ല. 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും 1934 സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായവർ വിവരിച്ച കാര്യങ്ങൾ കേട്ട് വളർന്നവരാണ് ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങൾ തലനരച്ചവരുടെ കാരണവന്മാർ, അതായത് ഇതിന് ആയിരുന്നവർ കാപട്യമില്ലാത്തവരായിരുന്നു. അതിനാൽ അവരുടെ വാക്കുകൾ വിശ്വാസയോഗ്യവുമായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനുള്ളത് അടുത്ത എപ്പിസോഡിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധനായ മോർ ഏലിയാസ് തൃതീയൻ ബാവയുടെ വ്യാപാരങ്ങളെ പറ്റിയായിരിക്കും ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.